അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. തിരിച്ചിവിടെയും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ മത്തൻ അരിയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തനും വൻപയറും കൂടിയിട്ടൊരു എരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ നാളികേരരപ്പ് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് വരികയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ നാളികേരത്തിലേക്ക് ഒരു ചെറിയ ഉള്ളിയും ചെറിയ ഒരു വെളുത്തുള്ളിയും ഒരു 1/4 സ്പൂണ് ജീരകം അതേപോലെ തന്നെ ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടിയിട്ട് ഞാൻ നാളികേരം ചതയ്ക്കാൻ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കിത് നന്നായി അരയൊന്നും വേണ്ട, കറിക്കല്ലല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഒരു 1/4 ഭാഗത്തോളം ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാൻ വൻപയർ തലേദിവസം തന്നെ വെള്ളത്തിലിട്ടത് കൊണ്ട് വൻപയർ നമുക്ക് കുക്കറിലിടേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഞാനിതാ മത്തൻ അരിഞ്ഞതും വൻപയറും ഒരു പച്ചമുളകും മുളക് പൊടിയും ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ഞാൻ അതിൽ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പകുതി വേവുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വെന്ത് കിട്ടില്ല. അങ്ങനെ ഇതാ അരച്ച ഈ അരപ്പും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇളക്കി അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വറവിടാൻ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആട്ടിയ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഒഴിച്ചിട്ട് കിട്ടണില്ല. അപ്പോൾ അതിൻ്റെ അടപ്പൊക്കെ തുറന്നിട്ടാണ് ഞാൻ ഒഴിക്കണത്. പിന്നെ ആ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വറ്റൽമുളകും ഒരു 2 കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് നാളികേരം 2 പിടി നാളികേരം എത്രത്തോളം കൂടണോ അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ഈ എരിശ്ശേരിക്ക്. അത് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായി വറുത്തിട്ടുണ്ട്. ആ വറുത്ത നാളികേരം കൂടെ ഇട്ടിട്ട് നന്നായി കുഴച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ എരിശ്ശേരി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചയൂണ് ഇതാ ഒരു വെണ്ടയും തക്കാളിയും ഉള്ളിയും കൂടെ കൂട്ടിയിട്ടുള്ളൊരു തട്ടിമുട്ട് ഒരു സാമ്പാറും അതുപോലെ തന്നെ ഒരു എരിശ്ശേരിയും പപ്പടമൊക്കെ ആയിരുന്നു കേട്ടോ. കറി പിന്നെ നാളികേരം അരയ്ക്കാത്തൊരു പരിപ്പൊക്കെ ഇട്ടുള്ള ഒരു സാമ്പാർ പൊടിയൊക്കെ ഇട്ടുള്ളൊരു കറിയാട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.